എൻ്റെ അമ്മമ്മ. എൻ്റെ പേര് സത്യഭാമ. ഇന്ന് എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കറി തന്നെ, പക്ഷെ ഞാൻ അവന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കനിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇതിങ്ങനെ മിക്സാക്കി വെച്ചിട്ടുള്ളത്. ഈ മിക്സ് ചെയ്ത ചിക്കൻ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരക്കാൻ നോക്കാം. ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നു. ഇതിൽ ജീരകം, ഒരു കഷ്ണം ഉള്ളി, കുറച്ച് കരിവേപ്പില ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങ നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ വറക്കണം. തേങ്ങ കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അഥവാ തേങ്ങ കരിഞ്ഞു പോയാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് മുഴുവൻ പോകും. തേങ്ങ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിട്ടിട്ട് നല്ലപോലെ ഇളക്കുക. നന്നായി നല്ല പച്ചച്ചവ മാറുന്നവരെ ഇളക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് സിമ്പിളായിരിക്കണം. ഈ വറുത്ത തേങ്ങ ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുക. ഇനി ഉള്ളി വഴറ്റാനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കുക്കറിൽ. എണ്ണയിൽ അവരവരെ ആവശ്യം പോലെ ഒഴിച്ചുകൊള്ളുക. ഇതിൽ ഞാൻ കുറച്ച് പെരിഞ്ജീരകം, 3-4 ഏലക്കായി, ഒരു കഷ്ണം ബേ ലീഫ്, ഒരു 4 ഗ്രാമ്പും ഇത്രയും ചേർത്തിട്ടുണ്ട്. അടുത്തതായി ഉള്ളി, പച്ചമുളക്, ഉള്ളി ചുവന്ന നിറാകുന്നവരെ വഴറ്റണം. അതിന് ശേഷം ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കുക. തക്കാളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, കാരണം എല്ലാം തേങ്ങയുടെ കൂടെ വറുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ചിക്കൻ കുറച്ച് നേരം മൂടി വെച്ചിട്ടുണ്ടെന്ന് വേവാൻ. ആ സമയം കൊണ്ട് ഈ വറുത്ത തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. വറുത്ത തേങ്ങ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി വെന്ത ചിക്കനിലേക്ക് നമുക്ക് വറുത്തരച്ച തേങ്ങ ചേർക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ തിളച്ച ചിക്കനിലേക്ക് കുറച്ച് കരിവേപ്പില, മല്ലിയില ഇവ ചേർത്ത് കുറച്ചുകൂടി തിളപ്പിക്കുക. ഈ തിളക്കുന്ന ചിക്കനിലേക്ക് അല്പം ഗരം മസാല ചേർക്കുക. ചിക്കൻ ഏകദേശം റെഡിയായി. ഇനി ഒരു താളിപ്പ് കൂടെ ബാക്കിയുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ കരിവേപ്പില, ഉള്ളി, ഇനി അത് നന്ന ചുമക്ക വറുത്ത് കറിയിൽ ചേർക്കണം, താളിക്കണം. നന്നായി ചുമന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുഞ്ഞുമോന് വേണ്ട ചിക്കൻ കറി റെഡി.